ഹായ്, എന്നെ കുറച്ച് പേര് വിളിച്ച് ചോദിച്ചു എന്താണ് ഇപ്പോൾ പുതിയ വീഡിയോസൊന്നും കാണാത്തതെന്ന്. പക്ഷേ ഇപ്പോൾ ഭയങ്കര ഓട്ടത്തിലാണ് കേട്ടോ. അതുകൊണ്ടാണ് ഇപ്പോൾ പുതിയ വീഡിയോസൊന്നും അപ്ലോഡ് ചെയ്യാത്തത്. ഞങ്ങൾക്ക് എന്തെങ്കിലും വിഷമമുണ്ടോ, പണിക്കാരില്ലാത്തതുകൊണ്ട് വല്ല ബുദ്ധിമുട്ടുകളുണ്ടോ എന്നൊക്കെ അറിയാനായിട്ട് എന്നോട് കൂടുതൽ കമ്പനിയുള്ള നമ്മുടെ ക്ലയൻസിലെ ചേച്ചിമാരുണ്ട്. അപ്പോൾ ചേച്ചിമാരൊക്കെ വിളിച്ച് ചോദിച്ചു. നിലവിൽ ഭയങ്കര വർക്ക് പ്രഷറിലായതുകൊണ്ടാണ് കേട്ടോ വീഡിയോസൊന്നും അപ്ലോഡ് ചെയ്യാത്തത്. ഇത് നമ്മുടെ പുതിയ പ്രൊജക്റ്റാണ്. തൃശ്ശൂർ ജില്ലയിൽ ഇരിഞ്ഞാലക്കുടയിലാണ് കേട്ടോ നമ്മൾ ഈ വീട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിലൊരു 4-5 ഷോർട്ട് വീഡിയോ മാത്രമേ ഇട്ടിട്ടുള്ളൂ. അതായത് നമ്മൾ ഇപ്പോൾ നേരത്തെ അമ്മ പറഞ്ഞ പോലെ ഒരുപാട് ട്രാവലിങ്ങിലാണ്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മുടെ പ്രൊജക്റ്റ് കറൻ്റ്ലി നടന്നുകൊണ്ടിരിക്കുന്നത് തിരുവനന്തപുരത്താണ് ഒരു പ്രൊജക്റ്റ് ഉള്ളത്. നമ്മൾ തിരുവനന്തപുരത്ത് നിന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ അടുത്തത് കൊല്ലം ബോർഡറിൽ ഒരെണ്ണം വരുന്നുണ്ട്. ഈ പ്രൊജക്റ്റ് ഉള്ളത് ഇത് കോഴിക്കോടാണ് കേട്ടോ. കോഴിക്കോട് മിഠായി തെരുവിൻ്റെ അടുത്താണ്. കൊല്ലം കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പത്തനംതിട്ടയിൽ ഇപ്പോൾ നേരത്തെ അറിയണ പോലെ തന്നെ അച്ഛനമ്മേൻ്റെ വീട് ഫൈനൽ ഫിനിഷ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു പ്രൊജക്റ്റ് വരുന്നുണ്ട്. അത് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് വരുന്നത് കോട്ടയം. പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ആ 3000 സ്ക്വയർ ഫീറ്റ് വീട് അത് മെയിൻ സ്ലാബ് കഴിഞ്ഞ് കിടക്കുകയാണ്. ഏകദേശം തട്ട് പൊളിക്കാൻ ഇന്നോ നാളെയായിട്ട് നമുക്കത് സ്റ്റാർട്ട് ചെയ്യണം. കോട്ടയം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ തൊട്ടടുത്ത ജില്ലയായ ഇടുക്കിയിലാണുള്ളത്. ഇടുക്കി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, വലിയൊരു ജില്ലയാണ്. ആ ഇടുക്കിയിൽ നമ്മൾക്ക് 3 പ്രൊജക്റ്റാണുള്ളത്. അതിലൊരെണ്ണം വരുന്നത് കട്ടപ്പനയാണ്, ഒരെണ്ണം മൂന്നാർ, അടുത്തത് കാന്തല്ലൂർ. 3 ഏരിയയിലായിട്ടാണ് വരുന്നത്. അപ്പോൾ ഇടുക്കിയുടെ ഈ തല മുതൽ ആ തല വരെ ഓടിയാലേ ഉള്ളൂ നമുക്ക് 3 സൈറ്റ് കവർ ചെയ്യാൻ പറ്റുക. പിന്നെ നമ്മൾ അടുത്ത പ്രൊജക്റ്റ് നടന്നുകൊണ്ടിരിക്കുന്നത് ആലപ്പുഴ ജില്ലയിൽ ചേർത്തലയിലാണ്. അത് 2ാം നിലയായിരുന്നു. 2ാം നിലയിൻ്റെ മെയിൻ സ്ലാബ് കഴിഞ്ഞു. ഇപ്പോൾ അത് മെയിൻ സ്ലാബിൻ്റെ ജാക്കി സ്പേനൊക്കെ അഴിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ നമ്മൾ എറണാകുളത്താണ്. എറണാകുളത്ത് പള്ളുരുത്തിയിൽ നമ്മൾ ഇതേപോലെ ഭിത്തിയെല്ലാം ആയി കിടക്കുകയാണ്. മെയിൻ സ്ലാബ് അടിക്കാനാണുള്ളത്. മെയിൻ സ്ലാബ് അടിക്കാൻ ഓൾറെഡി എല്ലാവരോടും പറഞ്ഞ മാതിരി തന്നെ നമ്മൾക്ക് ഷോർട്ടേജാണ്. നമ്മളെ വർക്കേഴ്സ് പോയിട്ട് ഇതുവരെ തിരിച്ചെത്തിയിട്ടില്ല. ഈ മാസം 5-ാം തീയതി വരുമെന്നാണ് അവർ പറയണത്. അവർക്ക് ട്രെയിനിൻ്റെ ടിക്കറ്റ് കിട്ടാത്ത കാരണം കൊണ്ടാണ്. കാരണം ഈ വീടുകളൊക്കെ നമുക്ക് ഇനി മെയിൻ സ്ലാബ് ചെയ്യാനുള്ളതാണ്. കൊല്ലത്തുള്ളതും ഇതേപോലെ ചുമരായി കിടക്കുന്നതാണ്. മൂന്നാറിൽ ചുമരായി കിടക്കുകയാണ്. കാന്തല്ലൂർ ചുമരായി കിടക്കുകയാണ്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലത്തെ തൃശ്ശൂർ ജില്ലത്തെ ഒരു വർക്ക് നിങ്ങൾ കണ്ടു. അതേപോലെ തന്നെ തൃശ്ശൂർ ജില്ലയിൽ ഇനി 5 വർക്കുകൾ ഈ മാസം തന്നെ, അതായത് ഈ ടീമിനെല്ലാം ഇനി തൃശ്ശൂരാണ് വർക്ക് സ്റ്റാർട്ട് ചെയ്യാനുള്ളത്. 5 വർക്ക് ഇപ്പോൾ തുടങ്ങിയത് കൂടാണ്ട് തൃശ്ശൂർ ജില്ലയിൽ നമ്മൾ ഈ മാസം തന്നെ വർക്ക് സ്റ്റാർട്ട് ചെയ്യാനായിട്ടുണ്ട്. തൃശ്ശൂർ കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ഈ കാണുന്ന വീട് കോഴിക്കോട് ജില്ലയിൽ മിഠായി തെരുവിൻ്റെ അടുത്താണ്. ഞാനെന്ന് ഓൾറെഡി പറഞ്ഞു. സലാമക്കാക്ക് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യണ വീടാണ്. പിന്നെ അടുത്ത പ്രോജക്റ്റ് ഉണ്ടായിരുന്നത് കണ്ണൂരാണ്. കണ്ണൂരുള്ള പ്രോജക്റ്റ് നമ്മുടെ സ്കോപ്പ് ഓഫ് വർക്ക് കംപ്ലീറ്റ് കഴിഞ്ഞു. പ്ലംബിങ്ങും ഇലക്ട്രിക്കൽ വയറിങ് എല്ലാം കഴിഞ്ഞു. പക്ഷെ ഞങ്ങൾ ഇതുവരെ അങ്ങോട്ട് പോയിട്ടില്ല. കാരണം ഇതുതന്നെയാണ്, ഇത്രയും ട്രാവലിങ് ചെയ്തിട്ട് അവിടെ ക്ലയൻറ്റ് നമ്മളെ കാണണമെന്ന് പറയുന്നുണ്ട്. പക്ഷേ നമുക്ക് അങ്ങോട്ട് പോകാനൊരു സാഹചര്യം കിട്ടിയിട്ടില്ല. പിന്നെ അടുത്ത പ്രോജക്റ്റ് ഉള്ളത് നമുക്ക് വയനാട്ടിലാണ്. വയനാട്ടിൽ 2 പ്രോജക്റ്റ് ഉണ്ട്. ഒരു പ്രോജക്റ്റിൻ്റെ ഫൈനൽ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൂടാണ്ട് നമ്മളിപ്പോൾ ഒരു പുതിയ പ്രോജക്റ്റ് തുടങ്ങിയിട്ടുണ്ട്. 4000 സ്ക്വയർ ഫീറ്റുള്ളൊരു വീടാണ്. നമ്മളിതിൻ്റെ മുന്നേ അതിനെക്കുറിച്ചിട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു വീഡിയോ കാണുന്ന ആൾക്കാർക്ക് മനസ്സിലായിട്ടുണ്ടാവും. അതായത് കേരളത്തിൽ 14 ജില്ലയിൽ ഇപ്പോൾ കറൻ്റ്ലി ഇല്ലാത്തത് മലപ്പുറം ജില്ലയിലും കാസർഗോഡ് ജില്ലയിലും മാത്രമാണ് നമ്മളെ പ്രൊജക്റ്റ് കറൻ്റ്ലി നടക്കാണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ കണ്ട സ്ഥലങ്ങളിലൊക്കെ ഞങ്ങൾ ഓടിയെത്തുക എന്ന് പറയുന്നത് തന്നെ ഏറ്റവും വലിയൊരു സംഭവമായിട്ടാണ് ഞങ്ങൾക്ക് തോന്നുന്നത്. കാരണം എനിക്ക് നന്നായിട്ട് ഈ റൂട്ടിലൂടെയുള്ള കഷ്ടപ്പാടും ട്രാഫിക്കും തിരക്കും, അതുപോലെ തന്നെ മനോന്ന് ബാക്ക് പെയിനും ഉണ്ട് യാത്ര കൂടിയത് കാരണം. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഇടയിൽ നമ്മൾക്ക് ഇത് ഇരുന്ന് എഡിറ്റ് ചെയ്യാനോ ഇത് ഇടാനോ ഒന്നും നേരം കിട്ടാറില്ല. പിന്നെ ഹോസ്പിറ്റലിൽ കാണിക്കാൻ പോലും ഇപ്പോൾ സമയം കിട്ടിയിട്ടില്ല. വർക്ക് പ്രഷർ അതിനേക്കാളും കൂടുതലാണ്. ഇതൊന്നും ക്ലയൻറ്റിനോട് പറഞ്ഞാൽ ഇവരാരും സമ്മതിക്കില്ല. കാരണം നമ്മുടെ അടുത്ത് പണിക്കാരില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാലൊന്നും ഇപ്പോൾ ഒരാളടുത്തും ഒന്നും നമുക്ക് പറഞ്ഞു നിൽക്കാൻ പറ്റണില്ല. മാക്സിമം നമ്മളെയും കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് ചെയ്യാന്നല്ലാണ്ട് ഈ ക്ലയൻറ്റിനെ പറയും നിങ്ങൾ ആരോഗ്യം നോക്കണം, അത് നോക്കണം, നിങ്ങളിങ്ങനെ നടക്കരുത് എന്നൊക്കെ ക്ലയൻറ്റ് പറയും. പക്ഷേ ഡോക്ടറെ വെച്ചിട്ട് ഓരോ ക്ലയൻറ്റും കണ്ടിട്ടുണ്ട്. ആക്ച്വലി 1 വർഷമാണ് ഈ എല്ലാ ഡോക്ടറെയും കവർ ചെയ്ത് വരണമെങ്കിൽ. അല്ല, ക്ലയൻറ്റുകൾ അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ കൂടി അവർ വിചാരിച്ച സമയത്ത് നമ്മൾ അവരവരെ സൈറ്റിൽ എത്തും വേണം. അതാണ് ഇതിൽ ഏറ്റവും വലിയ ഇതെന്താ പ്രശ്നം വരുന്നത് വെച്ചാൽ ഓരോ ആൾക്കാരും ഇൻഡിവിജ്വലാണ്. തിരുവനന്തപുരത്ത് വീട് വയ്ക്കുന്ന ആളും വയനാട് വീട് വയ്ക്കുന്ന ആളും തമ്മിലൊരു ബന്ധമല്ല. അപ്പോൾ അവർക്കൊക്കെ അവർ സ്വന്തം വീടായിട്ടാണ് അവർ കൺസിഡർ ചെയ്യണത്. അപ്പോൾ നമുക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ക്ലയൻറ്റും ഒരേപോലെ 2 സ്ഥലത്തു നിന്ന് ആൾക്കാർ വിളിച്ചു കഴിഞ്ഞാലും നമുക്ക് പോയേ മതിയാവുള്ളൂ അല്ലേ. അപ്പോൾ അതുകൊണ്ടാണ് മഴ വരുന്നു. പക്ഷെ മഴ വന്നാലും ഇവരുടെ തന്നെ ഗ്രൗണ്ട് ഫ്ലോർ ഇപ്പം മഴ വരുന്നു വേഗം വാർക്കണം എന്ന് പറയും. പക്ഷെ ഇത് കഴിഞ്ഞ് ഇതിൻ്റെ ഫസ്റ്റ് ഫ്ലോറും നമ്മൾ മഴയെ തന്നെ ചെയ്യാൻ പോണേ. സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ മഴക്കാലത്ത് വീട് ചെയ്യണത് ഏറ്റവും നല്ലത് ക്ലയൻറ്റിനാണ്. കാരണം
ക്യൂറിങ് അത്യാവശ്യം നന്നായിട്ട് കിട്ടും. നിങ്ങൾക്കറിയാം ഇപ്പോഴത്തെ മഴ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മണിക്കൂറുകൾ കണക്കിന് മഴ നിന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ നിൽക്കുന്ന സമയത്ത് നമ്മളെ വർക്കേഴ്സ് ഞങ്ങളുമാണ് മാറി നിൽക്കുന്നത്. അത് വിചാരിച്ചിട്ട് നമ്മൾക്ക് ഇപ്പോൾ അവർക്ക് സാലറി കൊടുക്കാണ്ടിരിക്കാനോ നമുക്ക് ചിലവ് കൊടുക്കാണ്ടിരിക്കാനോ അതല്ല 2 മണിക്കൂർ മഴ പെയ്യും വിചാരിച്ചിട്ട് നമുക്ക് ഡെയിലി ലീവ് ആക്കാനോ പറ്റില്ല. അപ്പോൾ സാധാരണ പണിക്കാരെങ്ങനെയാ വെച്ചാൽ രാവിലെ പണിക്ക് പോകുന്ന സമയത്ത് നല്ല മഴയാണെന്നുണ്ടെങ്കിൽ പിന്നെ അവർ പണിക്ക് പോവില്ല. ഇത് കോഴിക്കോടുള്ള നമ്മളെ അടുത്ത പ്രൊജക്റ്റാണ് കേട്ടോ, നെന്മണ്ടയാണ്. കോഴിക്കോട് നെന്മണ്ടയിലാണ് ഈ പ്രൊജക്റ്റ് ഉള്ളത്. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ വയനാടുള്ള 4000 സ്ക്വയർ ഫീറ്റിൻ്റെ വീട്. അപ്പോൾ പറഞ്ഞു വന്നെന്താ ചോദിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കേരളത്തിൽ ഏത് ജില്ലയിൽ മഴ പെയ്താലും നമ്മളെ എങ്ങനെയും ഒരു രീതിയിൽ അത് എന്തായാലും ബാധിക്കും. കാരണം എവിടെ മഴ പെയ്താലും നമ്മളെ ഏതെങ്കിലും ഒരു സൈറ്റ് സ്വാഭാവികമായിട്ട് സ്റ്റോപ്പ്, അതായത് വർക്ക് നോർമൽ രീതിയിൽ നടക്കില്ല. പക്ഷേ അതും വിചാരിച്ചിട്ട് ഞങ്ങൾ മഴക്കാലത്ത് പണിയെടുക്കാണ്ടിരിക്കലൊന്നുമില്ല. നിങ്ങൾ സ്ഥിരം വീഡിയോ കാണുന്ന ആൾക്കാർക്ക് അറിയാം, നമ്മൾ റെഡ് അലേർട്ടിന് വരെ മെയിൻ സ്ലാബ് ചെയ്യും. അങ്ങനെ ചെയ്ത ഒരു വീടും ഇതുവരെ ചോർച്ചയോ കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. കഴിഞ്ഞ വർഷം ആ റെഡ് അലേർട്ടിന് ചെയ്ത വീഡിയോസൊക്കെ ഇതിൽ കിടക്കുന്നുണ്ട്. അതിൻ്റെ ക്ലയൻറ്റുകൾ ഇതിൽ വന്ന് പറഞ്ഞിട്ടുണ്ട്. ഏറ്റവും നല്ലത് മഴ സമയത്ത് സ്വാമിങ് ആണ് 2 ദിവസം കഴിഞ്ഞ ഏത് അങ്കമാലി. അങ്കമാലി അതെ, അതേപോലെ തന്നെ ഇപ്പോൾ ഇവിടെ ഉള്ളതും അങ്ങനെ തന്നെ അല്ലേ. ഇവിടെ നിന്ന് മീൻസ് ഞാൻ ഉദ്ദേശിച്ചത് കുറുവിലങ്ങാട് നമ്മളൊരു വീട് ചെയ്തിരുന്നു, അത് റെഡ് അലേർട്ടിനാണ്. അതേപോലെ തന്നെ തൃശ്ശൂർ മുള്ളൂർക്കരയിൽ നമ്മൾ ചെയ്തത് റെഡ് അലേർട്ടിനാണ്. ഇതൊന്നും വെറുതെ ഞങ്ങൾ തോന്നിവാസം ഇതിൽ വിളിച്ച് പറയണതല്ല. നിങ്ങൾക്ക് വീഡിയോ പഴയത് പോയി നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ അതേ സമയത്ത് അന്ന് ചെയ്തതിൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇതിൽ കിടക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിത് ചോർന്നില്ല എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും സാധാരണ എല്ലാവരും ചെയ്യണ വീട് ചോരാറുണ്ടോയെന്ന്. എന്നാൽ ചില മിസ്റ്റേക്കുകൾ പറ്റാറുണ്ട്. ഈ പണിക്കാരെ ഷോർട്ട് മൂലം നമ്മൾ ചില സ്ഥലങ്ങളിൽ നമ്മളിത് മെയിൻ സ്ലാബ് ചെയ്യാനായിട്ട് അതാത് ലോക്കലിലുള്ള ആൾക്കാരെ ഏൽപ്പിക്കാറുണ്ട് അല്ലേ. നമ്മൾ തുടങ്ങി വെച്ചത് മുള്ളൂർക്കരയിലെ തന്നെയാണ്. മുള്ളൂർക്കരയിൽ നമ്മൾ ആ ചേട്ടൻ പറഞ്ഞതനുസരിച്ചിട്ട് അവിടെയുള്ള ലോക്കൽ ആൾക്കാർക്ക് കൊടുത്തു. നല്ല ടീമായിരുന്നു, നല്ല അടിപൊളിയായിട്ട് ചെയ്തു. അതും ഇതേപോലെ ഒരു റെഡ് അലേർട്ടിനാണ് ചെയ്തത്. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇതേപോലെ പുറത്ത് കൊടുക്കാം, അതായത് ഇങ്ങനത്തെ സാഹചര്യങ്ങളിൽ നമ്മൾ മെയിൻ സ്ലാബ് അതാത് സ്ഥലങ്ങളിൽ കൊടുക്കാൻ നമ്മൾ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾക്കുണ്ടായ അനുഭവം വളരെ മോശമാണ്. അതായത് ഇപ്പം ഞങ്ങളെ ഒരു വീട് ഏൽപ്പിച്ചിട്ട് ക്ലയൻറ്റിന് എത്ര മോശം ഉണ്ടായി എന്നുള്ളത് ആ ക്ലയൻറ്റാണ് പറയേണ്ടത്. പക്ഷേ ഞങ്ങളൊരു സബ് കൊടുത്തതിന് ശേഷം ഞങ്ങൾ നേരിട്ടിട്ടുള്ള പ്രശ്നം, ഇപ്പം നേരത്തെ കണ്ട കോഴിക്കോട്ടിലെ വീട് സലാമിക്കാക്ക് അറിയാം. കഴിഞ്ഞ പ്രാവശ്യം നമ്മളത് പുറത്ത് കൊടുത്തിട്ട് വീടിൻ്റെ ഓണറായ സലാമിക്ക് കോൺട്രാക്ടർമാരായ ഞങ്ങളും ഒരുപാട് ബുദ്ധിമുട്ടിയില്ലേ. പിന്നെയും നമ്മൾ ക്ലയൻറ്റിനെ റിക്വസ്റ്റ് പ്രകാരം എങ്ങനെയും പെട്ടെന്ന് തീർക്കണം എന്ന് വിചാരിച്ചിട്ടാണ് വേറെ 2 വീടും കൂടി ഞങ്ങൾ കൊടുത്തു. ഒരെണ്ണം ചേർത്തലയിൽ കൊടുത്തു. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞത് ചേർത്തലയിൽ കൊടുത്തതും ഇതുപോലെ തന്നെ നല്ല ചേട്ടന്മാരായിരുന്നു. അവർ കറക്റ്റായിട്ട് നമ്മൾ വിചാരിച്ച പോലെ തന്നെ അവർ വർക്ക് ചെയ്തു തന്നു. പക്ഷേ ഞങ്ങൾക്ക് ഏറ്റവും വലിയൊരു അബദ്ധം പറ്റിയത്, ഞങ്ങൾ കട്ടപ്പനയിൽ ഇതേപോലെ ക്ലയൻറ്റ് ഒരിക്കലും പറഞ്ഞിട്ടില്ല കേട്ടോ പുറത്ത് കൊടുക്കാനായിട്ട്. ക്ലയൻറ്റ് നമ്മൾ തന്നെ ചെയ്യണമെന്നായിരുന്നു. പക്ഷെ നമ്മൾ ആൾക്കാർ ഇത്രയും ഈ കൂട്ടിന് ചെയ്യാൻ പോയിട്ട് ഇത്രയും ഡിലേ ആവുമെന്ന് നമ്മൾ മനസ്സിലാക്കിയതുകൊണ്ടാണ് നമ്മൾ അവിടെ ഉള്ള ഒരു ലോക്കൽ ആളെ നല്ല രീതിയിൽ വന്ന ആൾ നമ്മളെ കോൺടാക്ട് ചെയ്ത് അങ്ങനെ നമ്മളൊരു പ്രൊജക്റ്റ് കൊടുത്തതാണ്. ഏകദേശം 2000 സ്ക്വയർ ഫീറ്റ് സ്ലാബ് വരുന്ന ഒരു സ്ലാബായിരുന്നു. അവർ ആ സ്ലാബ് അടിച്ച് തീർക്കാനായിട്ട് എടുത്തത് ഏകദേശം 1.25 മാസമാണ് അല്ലേ. അതും ഞാൻ ഇത്രയും ദൂരത്താണെന്നുണ്ടെങ്കിലും എല്ലാ ആഴ്ചയിലും 1-2 പ്രാവശ്യം ആ സൈറ്റിൽ ചെല്ലും. പക്ഷേ ഞാൻ ആ വർക്ക് കൊടുത്ത ആളെ എനിക്ക് കൊടുത്ത അന്നും അതുപോലെ തന്നെ മെയിൻ സ്ലാബിൻ്റെ അന്ന് മാത്രമേ എനിക്ക് സൈറ്റിൽ നിന്ന് കാണാൻ പറ്റുള്ളൂ. വർക്കാണെങ്കിൽ വളരെ മോശമായിരുന്നു. അപ്പോൾ ഇങ്ങനത്തെയൊക്കെ ഒരുപാട് അനുഭവങ്ങൾ ഞങ്ങൾക്ക് ഉണ്ടാവുകൊണ്ടാണ് നമ്മൾ ഈ ക്ലയൻസിനോട് പറയണത് പുറത്ത് കൊടുക്കണത് റിസ്ക്കാണ്, ഞങ്ങൾ വിചാരിച്ച പോലെ ആവില്ല. പിന്നെ ഇതിനൊക്കെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ എല്ലാവരും മനസ്സിലാക്കേണ്ടത്, ഇപ്പോൾ ഈ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത് തിരുവനന്തപുരത്താണ്. ഇതാണ് ഇപ്പോൾ തിരുവനന്തപുരം പേട്ടയിൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രോജക്റ്റ്. നമ്മൾ പുറത്തൊരു വർക്ക് കൊടുക്കുമ്പോൾ നമുക്ക് അവരെ എത്രത്തോളം മനസ്സിലാക്കിയിട്ടോ അല്ലെങ്കിൽ അവർ എത്ര ആത്മാർത്ഥതയിലോട്ട് ചെയ്യുന്നൊന്നും നമുക്ക് അറിയാൻ പറ്റില്ല. പക്ഷെ അവർ ഏത് രീതിയിലാണ് ചെയ്തതെന്ന് വെച്ചാൽ അതിനനുസരിച്ച് നിൽക്കാനേ പിന്നെ പറ്റുള്ളൂ അല്ലേ. ഇപ്പം നമുക്ക് കട്ടപ്പനയിലൊക്കെ സംഭവിച്ചത് അതാണ്. അപ്പോൾ ഇങ്ങനത്തെ അനുഭവങ്ങൾ ഉണ്ടാവുകൊണ്ടാണ് ഞങ്ങൾ മാക്സിമം ഈ ആൾക്കാരെ ക്ലയൻറ്റുകൾ പറയുമ്പോൾ ഞങ്ങൾ ആൾക്കാർ വരട്ടെ വന്നിട്ട് ചെയ്യാമെന്ന് ഞങ്ങൾ നിർബന്ധിക്കണത്. പക്ഷെ ചില ക്ലയൻസ് ഉണ്ട് കേട്ടോ, എത്ര ഡിലേ ആയാലും കുഴപ്പമില്ല, നിങ്ങളെ പണിക്കാർ വന്നിട്ട് ചെയ്താൽ മതി എന്ന് പറഞ്ഞ ആൾക്കാരും ഉണ്ട്. ചില ആൾക്കാർ അതല്ല, അവർക്ക് അവരെ പ്രോജക്റ്റ് പെട്ടെന്ന് തീരണം. നമ്മൾ ഈ ഒരു പുതിയൊരു മെത്തേഡിൽ ഇങ്ങനത്തെ ഒരു രീതിയിൽ ചെയ്യുമ്പോൾ സത്യം പറഞ്ഞാൽ ഇതിൻ്റെ സ്കിൽഡ് ആയിട്ടുള്ള ആൾക്കാരെ വെച്ച് ചെയ്താൽ മാത്രമേ ഉള്ളൂ അതിനൊരു പെർഫെക്ഷൻ കിട്ടുക. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഇതിൻ്റെ മെയിൻ സ്ലാബ് അടിക്കാൻ വരുന്ന ആൾക്കാർക്കൊക്കെ ഉള്ള ഏറ്റവും വലിയ പ്രശ്നം ഇതിൻ്റെ കമ്പി മുകളിലേക്ക് നിൽക്കണു അല്ലേ, നമ്മൾ പൈപ്പിംഗ് ആദ്യം ചെയ്യണം, അങ്ങനെ ഒരുപാട് കംപ്ലയിൻസ് ആണ് ഇവർക്ക്. പണ്ട് ഇലക്ട്രിക്കൽ വർക്കിനും ഇതേപോലത്തെ കംപ്ലയിൻസ് ഉണ്ടായിരുന്നു. ഇപ്പോൾ നമ്മൾ സ്വന്തമായിട്ട് ഇലക്ട്രിക്കൽ ചെയ്യുകൊണ്ട് ഒരു പ്രശ്നമല്ല.
അപ്പോൾ എന്തൊരു കാര്യം കണ്ടു കഴിഞ്ഞാലും അതിന് കുറ്റം പറയുക, അതിനെ എതിർക്കുക എന്നുള്ളത് സ്വാഭാവികമായിട്ടും മലയാളിയുടെ ഒരു സ്വഭാവമാണ്. അപ്പോൾ അതിന് പല കാരണങ്ങളും എന്തൊക്കെയാണെങ്കിലും ഞങ്ങൾ പ്രയാണം തുടർന്നുകൊണ്ടേ ഇരിക്കുകയാണ്. യാത്രകൾ നിൽക്കണില്ല. മാക്സിമം നമ്മളെയും കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് എല്ലാ വീഡിയോയിലും പറഞ്ഞ പോലെ ചെയ്യാം.